ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ വലിയ കൃപയും സമാധാനവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയട്ടെ. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നാം വീണ്ടും ദൈവവചനത്തിന് മുൻപിൽ ഒന്നിച്ചുകൂടിയിരിക്കുകയാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കും ഉത്കണ്ഠകൾക്കും നടുവിൽ അല്പസമയം ദൈവത്തിന്റെ സ്വരത്തിന് കാതോർക്കാൻ നിങ്ങൾ കാണിച്ച ഈ നല്ല മനസ്സിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ആഗമനകാലത്തിന്റെ 1-ാം വാരത്തിലെ ചൊവ്വാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ക്രിസ്തുമസിനായുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. പുൽക്കൂടൊരുക്കാനും നക്ഷത്രങ്ങൾ തൂക്കാനും നാം തിരക്കുകൂട്ടുന്ന ഈ സമയത്ത് തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു പരാജയത്തിന് മുൻപിൽ നിന്ന് ഇനി എന്ത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം അവസാനിച്ചു, ഇനി ഇതിനൊരു തിരിച്ചുവരവില്ല എന്ന് തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ? മരം വെട്ടിമാറ്റപ്പെട്ടതുപോലെ വെറുമൊരു കുറ്റി മാത്രമായി അവശേഷിക്കുന്ന അവസ്ഥകൾ? എങ്കിൽ ഇന്നത്തെ വചനം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ വായനകൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പ്രത്യാശയാണ്. വെട്ടിമാറ്റപ്പെട്ട മരത്തിന്റെ കുറ്റിയിൽ നിന്ന് ഒരു പുതിയ നാമ്പ് കിളിർത്തുവരും എന്ന് യേശയ്യാ പ്രവാചകൻ പറയുമ്പോൾ അത് ചരിത്രത്തിലെ ഒരു സംഭവം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ തകർച്ചകൾക്കും ദൈവം നൽകുന്ന വാഗ്ദാനമാണ്. അതുപോലെ നമ്മുടെ ബുദ്ധി കൊണ്ട് അറക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ ഈ നിമിഷങ്ങളിൽ നമുക്ക് സാധിക്കണം. ഒത്തിരി ഭാരങ്ങൾ ചുമന്നുകൊണ്ടാവാം നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്. സാമ്പത്തികമായ തർച്ചകൾ, കുടുംബത്തിലെ സമാധാനക്കുറവ്, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇവയെല്ലാം ഈശോയുടെ പാദങ്ങളിൽ വെച്ചുകൊണ്ട് നമുക്കിന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന 1-ാം വായന യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതൊരു പ്രവചനമാണ്. ഇസ്രായേൽ ജനത വലിയൊരു തകർച്ചയെ നേരിട്ട് നിൽക്കുന്ന സമയം. ദാവീദിന്റെ രാജവംശം ഇനി ഉയിർത്തെഴുന്നേൽക്കില്ല എന്ന് ശത്രുക്കൾ വിധിയെഴുതിയ സമയം. അവിടെയാണ് ദൈവം പ്രവാചകനിലൂടെ ഇപ്രകാരം അരുളി ചെയ്യുന്നത്. നമുക്ക് ആ വചനങ്ങൾ ഭക്തിപൂർവം ശ്രവിക്കാം. ജേസിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിക്കിളിർക്കും. അവന്റെ വേരുകളിൽ നിന്ന് ഒരു ശാഖ വളർന്നുവരും. കർത്താവിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭയത്തിന്റെയും ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒരുമിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ, എന്നാൽ ചിന്തിക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നും. നമുക്കിതിന്റെ അർത്ഥത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഇവിടെ ജേസിയുടെ കുറ്റി എന്ന് പറയുന്നത് ദാവീദിന്റെ പിതാവായ ജേസിയെക്കുറിച്ചാണ്. ദാവീദിന്റെ രാജവംശം ഒരു വൻമരം പോലെയായിരുന്നു. എന്നാൽ പാപം കൊണ്ടും യുദ്ധങ്ങൾ കൊണ്ടും ആ മരം വെട്ടിമാറ്റപ്പെട്ടു. ഇനി അതിൽ ജീവന്റെ ഒരംശം പോലും ബാക്കിയില്ല എന്നെല്ലാവരും കരുതി. പക്ഷേ ദൈവം പറയുന്നു, ഇല്ല, അവസാനിച്ചിട്ടില്ല. ഉണങ്ങി എന്ന് ലോകം വിധിയെഴുതിയ ആ കുറ്റിയിൽ നിന്ന് ഒരു ചെറിയ നാമ്പ് മുളച്ചുവരും. അതാണ് യേശുക്രിസ്തു. ഇത് നമ്മുടെ ജീവിതവുമായി ഒന്ന് ചേർത്തുവെച്ചു നോക്കൂ. നമ്മളിൽ പലരും പലപ്പോഴും പറയാറുണ്ട്, എന്റെ ജീവിതം ഒരു ഉണങ്ങിയ മരം പോലെയായി എന്ന്. ഒരുപക്ഷേ വർഷങ്ങളായി കാത്തിരുന്നിട്ടും നടക്കാത്ത ഒരു കാര്യം, തകർന്നുപോയ ഒരു ബിസിനസ്, അല്ലെങ്കിൽ വിള്ളൽ വീണ ഒരു ദാമ്പത്യബന്ധം. ലോകം നിങ്ങളെ നോക്കി പറയുമായിരിക്കും, ഇനി ഇതിനൊരു ഉയിർത്തെഴുന്നേൽപ്പില്ല, ഇത് വെട്ടി തീയിലിടാൻ മാത്രമേ കൊള്ളൂ എന്ന്. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ മനുഷ്യൻ്റേതുപോലെയല്ല. മനുഷ്യൻ അവസാനിപ്പിക്കുന്നിടത്താണ് ദൈവം ആരംഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കുറ്റിയിൽ നിന്നാണ് ദൈവം വിജയത്തിന്റെ നാമ്പ് മുളപ്പിക്കാൻ പോകുന്നത്. അതിനു വേണ്ടത് ഒരേയൊരു കാര്യമാണ്, വേരുകൾക്ക് ജീവനുണ്ടായിരിക്കുക. എന്താണ് നമ്മുടെ വേര്? അത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. വിശ്വാസമാകുന്ന വേര് ഉണങ്ങാത്തിടത്തോളം കാലം ദൈവത്തിന് നമ്മുടെ വസ്ത്രം, നമ്മുടെ ജോലി, നമ്മുടെ വീട്, ഇതൊക്കെ നോക്കിയാണ് ലോകം നമുക്ക് വിലയിടുന്നത്. എന്നാൽ ഈശോ നമ്മളെ നോക്കുന്നത് അങ്ങനെയല്ല. അവൻ ഹൃദയങ്ങളെയാണ് കാണുന്നത്. ആരെല്ലാം നിങ്ങളെ തെറ്റിദ്ധരിച്ചാലും, ആരെല്ലാം നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞാലും, നിങ്ങളുടെ ഹൃദയത്തിന്റെ നന്മ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന ചിന്ത നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നില്ലേ? തുടർന്ന് യേശയ്യാ പ്രവാചകൻ വരച്ചു കാട്ടുന്ന ആ ചിത്രം.
ചെന്നായി കുഞ്ഞാടിനോടുകൂടെ വസിക്കും. ഇതൊരു മൃഗശാലയിലെ കാഴ്ചയല്ല. ഇത് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സമാധാനത്തിന്റെ പ്രതീകമാണ്. സ്വാഭാവികമായി ശത്രുക്കളായവർ ക്രിസ്തുവിൽ ഒന്നാകും. ഇത് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാം. പല വീടുകളിലും സിംഹവും കുഞ്ഞാടുമുണ്ട്. കോപത്തോടെ അലറുന്ന ഭർത്താവുണ്ടാകാം, അല്ലെങ്കിൽ വാശിയോടെ പെരുമാറുന്ന മക്കളുണ്ടാകാം. ഇവർക്കിടയിൽ സമാധാനം അസാധ്യമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ വചനം പറയുന്നു, ഒരു ശിശു അവയെ നയിക്കും. ആ ശിശു ഉണ്ണിയേശുവാണ്. ക്രിസ്തു ഒരു കുടുംബത്തിന്റെ കേന്ദ്രമായി മാറുമ്പോൾ അവിടെ കോപമുള്ളവർ ശാന്തരാകും, അഹങ്കാരമുള്ളവർ എളിമയുള്ളവരാകും, ശത്രുതയുള്ളിടത്ത് സ്നേഹം പൂക്കും. ഈ ആഗമനകാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്: എന്റെ ഉള്ളിലെ വന്യമൃഗത്തെ, അതായത് എന്റെ കോപത്തെ, അസൂയയെ, പകയെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അതിന് ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ തയ്യാറാണോ? ജെസ്സിയുടെ കുറ്റിയിൽ നിന്ന് മുളച്ച ആ നാമ്പ് ഇന്ന് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച മരമായി, സഭയായി മാറിയിരിക്കുന്നു. ആ തണലിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് തിരിയാം. പഴയ നിയമത്തിൽ ഏശയ്യാ പ്രവാചകൻ കണ്ട ആ സമാധാനത്തിന്റെ രാജാവ് പുതിയ നിയമത്തിൽ എപ്രകാരമാണ് തന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് സഭ ഇന്ന് നമുക്ക് നൽകുന്നത്. ആ സമയത്ത് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് യേശു പറഞ്ഞു: സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അങ്ങ് ഇക്കാര്യങ്ങൾ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ തിരുഹിതം. അനന്തരം ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് തനിച്ച് അവരോട് പറഞ്ഞു: നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങളിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈശോ ആനന്ദിച്ചു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. സാധാരണയായി ഈശോ പ്രാർത്ഥിച്ചു, ഉപദേശിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, കരഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് ഈശോ പിതാവിനെ സ്തുതിക്കുകയാണ്. എന്താണ് ഈശോയുടെ ഈ വലിയ സന്തോഷത്തിന് കാരണം? അത് വളരെ വിചിത്രമായ ഒരു കാരണമാണ്. പിതാവേ, അങ്ങ് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചുവെച്ചു എന്നതാണത്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ദൈവത്തെ അറിയാൻ വലിയ പാണ്ഡിത്യം വേണം, വേദപഠനം നടത്തണം, വലിയ ബുദ്ധി വേണം എന്നൊക്കെയാണ്. എന്നാൽ ഈശോ പറയുന്നു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ട യോഗ്യത ബുദ്ധിയല്ല, മറിച്ച് ശിശുസഹജമായ മനസ്സാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ശിശുക്കൾ എന്ന് ഈശോ പറയുന്നത് പ്രായം കൊണ്ട് കുട്ടികളായവരെക്കുറിച്ചല്ല, മറിച്ച് ആത്മാവിൽ ശിശുക്കളെപ്പോലെയായവരെക്കുറിച്ചാണ്. ആരാണൊരു ശിശു? ഒരു കൊച്ചുകുട്ടിയെ ഒന്ന് മനസ്സിൽ കാണുക. ആ കുട്ടിക്ക് സ്വന്തമായി ഒന്നുമില്ല. അവന് വിശക്കുമ്പോൾ അവൻ അമ്മയെ നോക്കും. അവന് പേടി തോന്നുമ്പോൾ അവൻ അപ്പന്റെ കൈകളിൽ മുറുകെ പിടിക്കും. അവന് നാളെയെക്കുറിച്ച് ഉത്കണ്ഠയില്ല. നാളെ എനിക്ക് ഭക്ഷണം കിട്ടുമോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു കൈക്കുഞ്ഞിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അവന് അവന്റെ മാതാപിതാക്കളിൽ 100% വിശ്വാസമാണ്. ഇതാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന മനോഭാവം. ഇന്നത്തെ ലോകത്തിൽ നമ്മളെല്ലാവരും ബുദ്ധിമാന്മാർ ആകാനുള്ള നെട്ടോട്ടത്തിലാണ്. നമ്മൾ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്നു, എല്ലാറ്റിനെയും വിശകലനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനു മുൻപേ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഗൂഗിളിൽ തിരയും, പലരോടും ചോദിക്കും, കണക്കുകൂട്ടലുകൾ നടത്തും. അവസാനം എല്ലാം പരാജയപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നത്. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു മുത്തച്ഛനും കൊച്ചുമകനും കൂടി കടൽത്തീരത്ത് നിൽക്കുകയായിരുന്നു. സൂര്യൻ അസ്തമിക്കുന്ന മനോഹരമായ കാഴ്ച. മുത്തച്ഛൻ വലിയൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, നോക്കൂ, സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടിച്ചിതറുന്നതുകൊണ്ടാണ് ആകാശത്തിന് ഈ ചുവപ്പു നിറം വരുന്നത്. ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് സൂര്യൻ താഴേക്ക് പോകുന്നതായി തോന്നുന്നത്. അദ്ദേഹം ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ കൊച്ചുകുട്ടി ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വിടർന്ന കണ്ണുകളോടെ ആ കാഴ്ച കണ്ട് കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുത്തച്ഛ, എന്തു ഭംഗിയാ അല്ലേ?
ദൈവം ആകാശത്ത് ചായം പൂശിയതുപോലെ. നോക്കൂ, അവിടെ ആ മുത്തച്ഛൻ അറിവുകൊണ്ട് സൂര്യനെ കണ്ടു. പക്ഷേ ആ കുട്ടി ഹൃദയം കൊണ്ട് ദൈവത്തെ കണ്ടു. ആർക്കാണ് അവിടെ യഥാർത്ഥ സന്തോഷം ലഭിച്ചത്? ആ കുപ്പിക്ക്. ഇതാണ് ഈശോ പറയുന്നത്. ജ്ഞാനികളിൽ നിന്ന് ഇത് മറച്ചുവെക്കപ്പെട്ടു. നമ്മുടെ അഹങ്കാരമാണ് പലപ്പോഴും ദൈവത്തെ കാണുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത്. എനിക്കെല്ലാം അറിയാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട, എന്റെ പണം കൊണ്ട് എനിക്ക് ജീവിക്കാം എന്ന ചിന്ത നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. പഴയ നിയമത്തിലെ അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും ദാവീദും സോലമനുമടക്കം മിശിഹായെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് ആ ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളും ആ ശിഷ്യന്മാരെ പോലെ ഭാഗ്യം ചെയ്തവരാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഓരോ ദേവാലയത്തിലും സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാൻ നമുക്ക് അവസരമുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ അവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. എന്നിട്ടും നമ്മളത് തിരിച്ചറിയുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങൾ തോറും ഓടുകയാണ്. അത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ എന്തിനാണ് ഇത്രയേറെ ആകുലപ്പെടുന്നത്? ഒരു കൊച്ചുകുട്ടി വലിയൊരു ഭാരം നിലത്തുനിന്ന് ഉയർത്താൻ ശ്രമിക്കുകയാണെന്ന് കരുതുക. അവനത് കഴിയുന്നില്ല. അവനെന്തു ചെയ്യും? അവനതവിടെ ഇട്ടിട്ട് അപ്പനെ വിളിക്കും. അപ്പൻ വന്ന് ആ ഭാരം നിഷ്പ്രയാസം എടുത്തു മാറ്റും. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്താണ്? നമ്മുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും രോഗങ്ങളുടെയും ഭാരം ഒറ്റയ്ക്ക് ചുമക്കാൻ ശ്രമിച്ച് നടുവൊടിയുന്നു. ഈശോയെ എന്ന് വിളിച്ച് അതവനെ ഏൽപ്പിക്കാൻ നമ്മുടെ അഹങ്കാരം സമ്മതിക്കുന്നില്ല. ഇന്ന് ഈശോ നമ്മളോട് ചോദിക്കുന്നു, നിനക്കെന്നെ വിശ്വസിക്കാൻ മടിയാണോ? നിന്റെ ബുദ്ധി മാറ്റിവെച്ച് ഒരു കുഞ്ഞിനെപ്പോലെ എന്റെ നെഞ്ചോട് ചേരാൻ നിനക്ക് സാധിക്കുമോ? നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നിർദ്ദേശങ്ങളുടെ പട്ടിക പോലെയാണ്. ദൈവമേ, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ദൈവത്തെ ഉപദേശിക്കുന്നു. എന്നാൽ ഒരു ശിശുവിന്റെ പ്രാർത്ഥന നോക്കൂ. അത് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ്. അപ്പാ, എനിക്കിത് വേണം, പക്ഷേ അപ്പനിഷ്ടമുള്ളത് മതി എന്ന് പറയുന്ന നിഷ്കളങ്കമായ മനസ്സ്. ഈ ആഗമനകാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ നിഷ്കളങ്കത തിരിച്ചുപിടിക്കാം. നമ്മുടെ അറിവും പദവിയും സമ്പത്തും ദേവാലയത്തിന് പുറത്തു വെച്ചിട്ട് വെറും കൈകളോടെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അൾത്താരയ്ക്ക് മുൻപിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ ദൈവം ജ്ഞാനികളിൽ നിന്ന് മറച്ചുവെച്ച ആ വലിയ വലിപ്പമുള്ളതിനെയല്ല, എളിമയുള്ളതിനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമിതാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, അത് ജോലിസ്ഥലത്തെ പ്രശ്നമാകാം, വീട്ടിലെ വഴക്കാകാം, അല്ലെങ്കിൽ പണത്തിനുള്ള ബുദ്ധിമുട്ടാകാം, ആ നിമിഷം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ നേരിടാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഒരു കൊച്ചുകുട്ടി അപ്പനെ വിളിക്കുന്നത് പോലെ, ഈശോയെ, എനിക്കിത് പരിഹരിക്കാൻ അറിയില്ല, നീ ഇതിൽ ഇടപെടണമേ എന്ന് ലളിതമായി പ്രാർത്ഥിക്കുക. അമിതമായ ചിന്തകൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. എന്നാൽ ലളിതമായ ശരണം വയ്ക്കൽ നമ്മെ ദൈവത്തോട് അടുപ്പിക്കും. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെയെക്കുറിച്ചുള്ള എല്ലാ പ്ലാനുകളും ഈശോയുടെ പാദങ്ങളിൽ വെച്ചിട്ട് എല്ലാം അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഉറങ്ങാൻ ശ്രമിക്കുക. ആ ഉറക്കത്തിൽ ലഭിക്കുന്ന സമാധാനം വളരെ വലുതായിരിക്കും. ജേസിയുടെ കുറ്റിയിൽ നിന്ന് മുളച്ച നാമ്പ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുപോലെ നിങ്ങളുടെ തകർച്ചകളിൽ നിന്ന് ദൈവം പുതിയൊരു വഴി തുറക്കും, ഉറപ്പ്. നമുക്ക് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നത്തെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ പ്രത്യാശയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഉണങ്ങിയ മരങ്ങൾ പോലെ പ്രതീക്ഷയറ്റ ഞങ്ങളുടെ അഹങ്കാരവും അറിവിന്റെ ഗർവും കാരണം അങ്ങയെ കാണാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒരു ശിശുവിനെപ്പോലെ നിഷ്കളങ്കമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനത്തിന്റെ അന്തരീക്ഷം സംജാതമാക്കണമേ. ചെന്നായും കുഞ്ഞാടും ഒന്നിച്ചു വസിക്കുന്നതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഭിന്നതകൾ മാറി എല്ലാവരും സ്നേഹത്തിൽ ഒന്നാകാൻ കൃപ നൽകണമേ.
രോഗികളായിരിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവർക്ക് അങ്ങ് വഴികൾ തുറന്നു കൊടുക്കണമേ. അങ്ങയുടെ തിരുഹിതം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഞങ്ങളെല്ലാവരും അങ്ങയുടെ വലിയ സ്നേഹം അനുഭവിച്ചറിയാൻ ഇടയാക്കണമേ. നിത്യമായി ജീവിച്ചു വാഴുന്ന ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഇനി നമുക്ക് ദൈവത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. നിങ്ങളുടെ എളിയ ജീവിതങ്ങളെ മഹത്വപൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം തന്റെ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രയത്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.